സാജരേ ധീരേ ധീരേ ബാജരേ. ഇത് നീ എപ്പ എടുത്തിട്ട് പോയി ഇടുന്നു? ബാറ്റ് കെട്ടാൻ കുറച്ച് മുമ്പ് കൊളുത്ത് ഞാൻ വെട്ടു. ഞാൻ എന്ത് ഈ സാധനം അന്വേഷിച്ച് നടക്കാൻ ഇനി സ്ഥലമില്ല. ഇതോ ബാക്കിലുണ്ടായിരുന്നു, അങ്ങോട്ടൊന്നും വന്ന് ചോദിച്ചൂടായിരുന്നു. വീട്ടിൽ നിന്ന് ഒരു സാധനം എടുക്കുമ്പോ പറഞ്ഞിട്ട് എടുത്തിട്ട് പോകാൻ പാടില്ല. നിനക്ക് ഇത് അടുക്കളയിൽ ആവശ്യമുള്ള സാധനമല്ലേ? നാളെ തൊട്ട് വരുമ്പോ ഇവിടെ എഴുതി വെക്കാം, കത്തി ഞാൻ എടുത്തു, സ്പൂൺ ഞാൻ എടുത്തു. അല്ല ഇതേത് കത്തി? ഇതേത്? വെട്ട് കത്തി. ഇതല്ലല്ലോ നമ്മുടെ കത്തി. ഓ ഇത് മാമിയുടെ കത്തി, നമ്മളെവിടെ എത്തി. അപ്പൊ അതും എടുത്തിട്ട് പോയോ? അതിന് മൂർച്ചയില്ലാത്തോണ്ട് ഇതെടുത്ത്, ഇതിന് മൂർച്ചയില്ല. ഇപ്പം എന്ത് വേണം? ഞാൻ ഇതേപോലെ വെട്ട ഇത് കൊണ്ടുവന്നിട്ട് അടിയുടെ അടുത്ത് ഈ തേങ്ങ വെട്ടി തരാൻ പറഞ്ഞേ. ഇതിന്റെ ഈ പുറകെ നടന്ന സമയം മുഴുവൻ പോയത്. ഡാഡി എന്താ ഇതൊന്ന് പൊട്ടിച്ചു തരോ? തേങ്ങ പൊട്ടിക്കെങ്കി വാ. എന്തോന്ന് കൊച്ചേ ഇത്? ഇതൊന്ന് പൊട്ടിച്ചാ, ഇതൊന്ന് പൊട്ടിച്ചേനെ. അയ്യോ ഇത് പൊട്ടിക്കാണ് ഞാനും ഇതോട്ട് ഒരു പരിചയമില്ല. ഞാനിത് ആദ്യമായിട്ട് കാണുകയാണ് ഈ വെട്ടോത്തി. എന്തോന്ന് ഡാഡി, അമ്മേടെ കൈ ഒഴിവില്ലാത്തോണ്ടല്ലേ? കൈ ഒഴിവില്ലെങ്കിൽ കാലുകൊണ്ട് ചെയ്യണം. കാലുകൊണ്ടല്ല, തല കൊണ്ട് ചെയ്യും ഞാൻ. കറി വെക്കണ്ടേ? അപ്പൊ ഇന്നിവിടെ എന്തോ കറി വെക്കണ്ടേ? ഇല്ല ഞാൻ എന്താ ഇതുമായിട്ട് ഇതിന്റെ പുറകെ നടക്കണോ? ഞാനൊരു അത്യാവശ്യ കാര്യം ഈ സാധനം എടുത്ത് വെട്ടാൻ നിങ്ങൾക്ക് പറ്റൂലേ? ഇല്ല ഈ സാധനം എനിക്ക് പരിചയമില്ലല്ലോ. ഇതിപ്പോ ഇന്ന് കാണുകയാണ് പുതിയതായിട്ട്. നിങ്ങൾ കൈയും കഴുകി ചോറുണ്ണാൻ വന്നിരിക്കുവല്ലോ ഇല്ലേ? മത്തിപ്പുളി ആയില്ലേ? മത്തിപ്പുളി വെച്ചില്ലേ? മത്തി വറുത്തില്ലേ? അയ്യോ അതിനുവേണ്ടി അധ്വാനിച്ച് ഇവിടെ കൊണ്ടുവരണുണ്ട് കേട്ടാ. അപ്പൊ ഞാൻ എന്താ ഇവിടെ കൈയും കെട്ടി വെറുതെ ഇരിക്കുവാണോ? ഈ കുടുംബത്തെ മുഴുവൻ മണി ഞാനാ ചെയ്യണ. ഒരു പാത്രം, തിന്ന പാത്രം നിങ്ങൾ കഴുകി വെച്ചിട്ടുണ്ടോ? ഇത് വലിയ കഷ്ടമായല്ലോ. ഈ ആണുങ്ങൾ ഇനി പാത്രം കഴുകി ഇവിടെ നടക്കാം. ഞങ്ങൾ അതാ പറഞ്ഞ പാത്രം കഴുകി നടക്കണ കാര്യമല്ല പറഞ്ഞ, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും. അപ്പൊ ഒന്ന് സഹായിക്കാൻ പറഞ്ഞപ്പോ എന്റെ വായിൽ വീണ ഒരു കാര്യം നിങ്ങൾക്ക് വലിയ കാര്യം. എനിക്കിപ്പൊ തന്നെ ചെയ്യാൻ ഒരുപാട് ജോലി ഉണ്ട് പാർട്ടിയില്. ഞാൻ വീട്ടു ജോലി ചെയ്ത് കാര്യങ്ങൾ ആരും ചെയ്യും. ഞാൻ വേറെ ആരെങ്കിലും വിളിച്ചോണ്ട് വരണോ? നീ ഭക്ഷണം ചെയ്താൽ മതി, അല്ലെങ്കിൽ അവിടെ ഇട്. വാക്ക് വെട്ടുകത്തി കാണാനല്ലോ. എന്നിട്ടിപ്പോ അങ്ങനെ ഒരു സാധനം ഇവിടെ ഉണ്ടോ? ഒരു തൂമ്പ ഇവിടെ കഴിക്കണമെന്ന് പറയണ്ട. നീ കണക്ക് പറയേണ്ട കാര്യമൊന്നും ഒരു കണക്കും പറഞ്ഞല്ല. ഒരു തൂമ്പ അവിടെ എത്ര നാളായി ആ ഇത് കുഴ പോയി കിടക്കുന്നത്? നിങ്ങൾ ഇതുവരെ അത് ചെയ്തോ? തൂമ്പ ഞാൻ കണ്ടിട്ടേ ഇല്ല. ഞാൻ ജനിച്ചപ്പോ ആദ്യമായിട്ട് കേൾക്കാണ് തൂമ്പ എന്നുള്ളൊരു വാക്ക്. ഡാഡിക്ക് തൂമ്പ എന്തെന്ന് അറിഞ്ഞൂടെ? എനിക്ക് അറിഞ്ഞൂടെ മോളെ. ഞാൻ ഇപ്പൊ മാനത്തുനിന്ന് പൊട്ടി വീണേ ഉള്ളൂ. എനിക്കറിയില്ല. ഒരു ഇരുമ്പ് കഷ്ണത്തില് തടിയേറ്റി വെക്കൂലേ ആ സാധനം? ഒന്ന് പൊടി. നിങ്ങൾ ഒന്നും ചെയ്യണ്ട. കൈയും കഴുകി ഉച്ചയ്ക്ക് ഇവിടെ വന്നിരിക്കണം. ഞാൻ കുറച്ച് മുളകും ഉപ്പും കൂടി ഇട്ടങ്ങോട്ട് തരി ഇളക്കി അത് കഴിച്ചാൽ മതി നിങ്ങൾക്ക്. അപ്പൊ പ്രശ്നമില്ലല്ലോ. ഇവിടെ തിന്നണയാണല്ലോ നിന്റെ പ്രശ്നം. ശരി ഇനി പോലും ഞാൻ ഇവിടെ തിന്നണല്ലേടി. പിന്നെ നിങ്ങൾക്ക് എവിടെ നിന്ന് ആര് ഭക്ഷണം തരാനാണ്? ആര് തരാനാണ്? എനിക്ക് പുറത്തിറങ്ങി അവിടെ ഭക്ഷണം കിട്ടൂലല്ലോ. എടി എന്റെ പാർട്ടിയിലെ പിള്ളേര് മത്സരിക്ക് അടിയാണ് അവർ എനിക്ക് ഭക്ഷണം തരാൻ വേണ്ടിട്ട്. മത്സരിപ്പിക്കാൻ എന്തെങ്കിലും 30 പേർക്ക് 30 ലിസ്റ്റ് കൊടുത്താൽ പോരെ? 30 ദിവസത്തിന് ഇന്ന ദിവസം ഞാൻ പറഞ്ഞില്ലേ അവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട്. അവരിങ്ങനെ ഒന്നും പറയല്ല, അത് കേൾക്കേണ്ട ആവശ്യമില്ല. അതിന് ആര് 30 ദിവസം? 4-3-7 പേരുണ്ട്. ഒരാഴ്ച കൊണ്ട് ആ പരിപാടി കഴിയും. പിന്നെ നിങ്ങൾ ഈ വീട്ടിൽ പാർട്ടിയിലെ ഫലം പറഞ്ഞു കഴിച്ചാണ്ടല്ലോ. ഇത്തിരി ചാളയും ചോറും തന്നിട്ട് അവളങ്ങ് കണക്ക് വിളിച്ച് പറയണം. നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ അറിയാൻ പാടില്ലെങ്കിൽ ഇങ്ങനെ എനിക്ക് പറ്റുള്ളൂ. ഞാനിപ്പോ ഇറങ്ങണം. ഞാൻ അതിന് ഇവിടെ നിന്നും കഴിക്കൂല. എങ്ങോട്ടെങ്കിലും പോകും നിങ്ങള്. എനിക്കെന്താ വിശക്കാണെങ്കിൽ തന്നെ വന്ന് കഴിച്ചോളാം. ഇപ്പൊ തേങ്ങ വേണ്ടേ? നീ ആ തന്തയുടെ മൂട് തന്നെ മേശ പൊടിച്ചല്ലേ ഇപ്പൊ? എങ്ങനെയല്ലേ പൊട്ടിച്ചാ പോരെ? എന്നാ തലയിലോട്ട് വെച്ചിട്ട് പൊട്ടിക്കും. എനിക്ക് തൂമ്പ എന്നൊക്കെ അറിയാം. ഡാഡിക്കാണോ എന്ന് പറഞ്ഞൂടാത്ത